അതിക്രൂരമായ ഇരട്ടക്കൊലയുടെ ഞെട്ടലിലാണ് പാലക്കാട് നെന്മാറ. പോത്തുണ്ടി സ്വദേശികളായ മീനാക്ഷിയും മകൻ സുധാകരനും മരിച്ചത് അയൽവാസിയായ ചെന്താമരയുടെ വെട്ടേറ്റാണ്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ചെന്താമര ഈ ക്രൂര കൊലപാതകം നടത്തിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് കൃത്യത്തിന് ഉപയോഗിച്ച വാളും വിഷക്കുപ്പിയും പോലീസ് പിന്നീട് കണ്ടെടുത്തു. കൊലയ്ക്ക് ശേഷം ഓടിപ്പോയ പ്രതിക്ക് വേണ്ടി വ്യാപക തെരച്ചിൽ തുടരുകയാണ്. ചെന്താമരയുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന് സുധാകരന്റെ മകൾ അഖില പറഞ്ഞു. സുധാകരന് ജാമ്യം കിട്ടിയപ്പോൾ തന്നെ പോലീസിനെ ഈ ആശങ്ക രേഖാമൂലം അറിയിച്ചിരുന്നു. പക്ഷേ ഇടപെടൽ ഉണ്ടായില്ല എന്നും അഖില പ്രതികരിച്ചു. അതൊക്കെ അറിയില്ല ഇങ്ങനെയൊക്കെ നടക്കുന്ന. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്താണ്, നാട്ടുകാരും കൊടുത്തു, നാട്ടുകാർ പറ്റുള്ളവരുണ്ട്, ഞാനും പോയി കൊടുത്ത. ഇനി എന്താ എൻ്റെ അച്ഛൻ പോയി, അച്ഛമ്മയും പോയി, എന്ത് ഇനി ആൾക്കാർക്ക് പോയി, ഇനി ഞാനാണ് തോന്നുന്നു. ഇനി അയാളെ 4 കൊല്ലം ജയിലിലിരുത്തിട്ട് പിന്നെയും വിടി, എന്നിട്ട് ഇവിടുത്തെ ഓരോരുത്തർ ആൾക്കാരിനെ കൊന്നുകൊണ്ടേ ഇരിക്കും. അതല്ലേ നടക്കാൻ പോണത് ഇവിടെ. അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഓരോന്നോരോന്നും അവിടെ ആക്കുന്നുണ്ട്. എനിക്ക് പേടിയായിട്ട് ഞാൻ അവിടെ വന്ന് ഇരിക്കണില്ല. നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകും. ഈ പ്രതിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ വ്യാപകമായി നടക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ സൂചനകളൊന്നുമില്ല. നിഖിൽ, ഇയാൾ എവിടേക്ക് പോയി? ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചു എന്ന വിവരമുണ്ട്. നേരത്തെ നെല്ലിയാമ്പതി മലനിരകളിൽ ഇയാൾ നേരത്തെ ഒരു കൊലപാതകം നടത്തി അവിടേക്കാണ് പോയത്. കാട്ടിൽ നിന്നാണ് അയാളെ പിടികൂടിയത്. അയാൾ അവിടെ ഇല്ല എന്നാണോ നമ്മൾ കരുതേണ്ടത് ഇപ്പോൾ? വിജയകുമാർ, ഗുഡ് ഈവനിങ്. ആദ്യഘട്ടത്തിൽ പോലീസും നാട്ടുകാരും ഒക്കെ കരുതിയിരുന്നത് പ്രാദേശികമായി തന്നെ ഈ നാട്ടിൽ തന്നെ ഒരു 3 കിലോമീറ്റർ റേഡിയസിൽ തന്നെ പ്രതി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ ഏതാണ്ട് 20 സംഘങ്ങളായും പോലീസ് 7 പേരടങ്ങുന്ന 4 സംഘങ്ങളായിട്ടും തിരച്ചിൽ വ്യാപിപ്പിച്ചത്. ഈ നെല്ലിയാമ്പതി മലനിരകളുടെ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ ഈ ഇതിനു പുറകിലുള്ള ഈ വയലിൻ്റെ ഇടങ്ങളിലും അവിടെ മറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലുമെല്ലാം കാടടച്ചുള്ള തിരച്ചിൽ തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയിരുന്നു, നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടത്തിയിരുന്നു. പക്ഷേ ആ തിരച്ചിലൂടെ ഒന്നും ഈ പ്രതിയെ നിലവിലത്തെ സാഹചര്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ പ്രദേശം ഭൂപ്രകൃതി നന്നായി അറിയാവുന്ന പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിന്റെ സഹോദരനെയും കൂട്ടി തിരുപ്പൂരിലേക്ക് ഒരു അന്വേഷണ സംഘം പോയിട്ടുള്ളത്. അവിടെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നുണ്ട്. അവിടെ ചില ബന്ധുക്കളും മറ്റുമുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അവരുടെ വീടുകളും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും തിരച്ചിലുണ്ടാവുക. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ള ഇടത്തും ഇതിനോട് സമീപത്തുള്ള മേഖലകളിലുമെല്ലാം തിരച്ചിൽ സമാന്തരമായി തന്നെ ഊർജിതമാക്കുന്നുണ്ട്. ഒരേ സമയം തമിഴ്നാട്ടിലേക്ക് ഈ സംഘം പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വലിയ രോഷം ഈ പ്രതിക്കെതിരെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം ആദ്യം ഈ വീട്ടിലെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുക, സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തുക, അതിനുശേഷം ജയിലിൽ വെച്ച് കൃത്യമായ ആസൂത്രണം നടത്തി തിരികെ വന്ന് മറ്റൊരു കൊലപാതകം കൂടി നടത്തുക, ഒരു വീടിനെ സത്യത്തിൽ അനാഥമാക്കുക. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അവരുടെ 2 മക്കളടക്കം പറയുന്ന പരാതി എന്ന് പറയുന്നത് ഈ പ്രതിയിൽ നിന്ന് ഇവർക്ക് കൃത്യമായിട്ടുള്ള ചെന്താമരയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഭീഷണി തൻ്റെ പിതാവിനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള പരാതികൾ അറിയിച്ചിട്ടും അത് വേണ്ടുന്ന തരത്തിൽ പോലീസ് ഗൗനിച്ചില്ല എന്നുള്ളൊരു പരാതി കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധവും ഇവിടെ നമ്മൾ കണ്ടിരുന്നു. നെന്മാറ MLA കെ വാക്ക് എത്തിയ ശേഷമാണ് ആ പ്രതിഷേധത്തെ അവർക്ക് തണുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിക്ക് ഒരു പരോൾ ലഭിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരത്തിൽ ക്രിമിനൽ മൈൻഡുള്ള അത്തരത്തിലുള്ള കൊലപാതകം ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞ പ്രതിക്ക് എങ്ങനെ പരോൾ ലഭിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്, വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ആലത്തൂർ DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി വ്യാപകമായിട്ടുള്ള തിരച്ചിൽ, പല സംഘങ്ങളായി തിരഞ്ഞുകൊണ്ടുള്ള തിരച്ചിലാണ് നടത്തിയത്. എന്തായാലും പ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം വളരെ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. വിജയകുമാർ, നിഖിൽ തുടരുക. ഈ നാട്ടുകാർക്ക് ചില കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ചെന്താമര സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അയാൾ ഒരു കൊടും ക്രിമിനലാണ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. നിഖിലിലേക്ക് അതിനുശേഷം ഒരിക്കൽ കൂടി വരാം. ഈ ചെന്താമര പറയുന്ന മനുഷ്യൻ്റെ വീട്ടിന് മുമ്പത്താണ് ഈ സരിത പറഞ്ഞ പെൺകുട്ടിൻ്റെ വീട്. നേരത്തെ കൊലപാതകം നടന്നില്ലേ, സരിത എന്ന പെൺകുട്ടിൻ്റെ വീട്. പക്ഷേ ഇയാളുടെ വീട്ടിന് മുമ്പത്ത് ഇയാളല്ലാതെ വേറൊരാൾ പുതിയ ഡ്രസ്സും മറ്റു സംഭവങ്ങളൊന്നും ഇട്ട് വെളിയിൽ പോകാൻ പറ്റില്ല. പ്രത്യേക മാനസികമായിട്ടുള്ള ഒരു രോഗിയാണ് ഇയാൾ. ഈ കൊലയാളി പ്രത്യേകിച്ച് ഒരു സൈക്കോയാണ്. ഒരു പ്രത്യേകമുള്ള ഒരു മൈൻഡാണ് മൂപ്പർക്ക്. അതായത് മൂപ്പൻ്റെ കൂടെ ആളുടെ ഭാര്യ, മക്കൾ, ഫാമിലീസ് ഒന്നുമില്ല, എല്ലാവരും ഇട്ടെറിഞ്ഞ് പോയി. ഒരു വഴക്കോ വക്കാനോ ഒന്നുമില്ല. തലയ്ക്ക് മൈൻഡിൽ അയാൾ ഇങ്ങനെ വെച്ച് ഇരുന്നിട്ട് അപ്പോഴാ വെളി ചാടണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കേസാണിത്.
അല്ലാതെ വേറെ ആരെയും ജനങ്ങളിനെയോ അവരുടെ വീട്ടുകാരനെയോ അവൻ്റെ ഏട്ടന്മാരനെയോ ഒന്നും ചെയ്യുന്നില്ല. അവനെ ഇനി ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല. ഒരു കൊല ചെയ്ത് 10 കൊല ചെയ്ത ഒരു ശിക്ഷയാണെന്ന് പറഞ്ഞിട്ടല്ലേ വീണ്ടും 2 കൊല ചെയ്തത് അവൻ. അങ്ങനെ ചെയ്യാൻ പാടില്ല. പോലീസിന്റെ തികഞ്ഞ അനാസ്ഥയാണ് ഇന്ന് ഈ കൊലപാതകത്തിന് വഴിവെച്ചിട്ടുള്ളത്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ആ ജാമ്യത്തിലുണ്ട്. ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ജാമ്യത്തിലിറങ്ങിയ പ്രതി ഈ പ്രദേശത്തൊക്കെ ചുറ്റിത്തിരിക്കുകയും മുൻവൈരാഗ്യത്തിന്റെ പേരിൽ തികച്ചും അദ്ദേഹത്തെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇന്ന് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. അയാളുടെ വീട്ടുകാരെ ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ള ആ കുടുംബത്തെ തന്നെ ചെയ്തിട്ട് ആ ചേച്ചിനെ ആദ്യം 5 വർഷം മുന്നേ വെട്ടിക്കുന്നു, ഇപ്പോഴും ആ വീട്ടുകാരെ തന്നെ വെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ അയാൾ പ്ലാൻ ചെയ്തിട്ടുകൊണ്ടല്ലേ ആ കൊലപാതകം ചെയ്തത്. അതാണ് നാട്ടുകാർക്ക് ഇയാളെ പറ്റി പറയാനുള്ളത്. നിഖിൽ തുടരുന്നുണ്ട്. നിഖിൽ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ, സുധാകരന്റെ മകൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഇയാൾക്ക് ജാമ്യം കിട്ടി എന്നറിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞ കണക്ക് ഡിസംബർ 29-ന് പോലീസിൽ ഇക്കാര്യത്തിൽ അവരുടെ ആശങ്ക അറിയിച്ചിരുന്നു. ഇയാൾ ഇറങ്ങി വന്നാൽ വീണ്ടും ഞങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് രേഖാമൂലം തന്നെ അറിയിച്ചു. ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് ഇയാൾക്ക് ഈ പ്രദേശത്ത് വരാനും കഴിയില്ല, ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരാനും കഴിയില്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആശങ്ക പോലീസിന് അറിയാം. ഇയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് അവിടെ എത്തി എന്നതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ പോലീസ് എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഗൗരവമുള്ള വിഷയം ലാഘവത്തോടെ പോലീസ് കൈകാര്യം ചെയ്തു എന്ന ആക്ഷേപം ഇപ്പോൾ ഉയരുന്നതിൻ്റെ സാഹചര്യം? അതിൽ എന്തെങ്കിലും ഈ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോലീസിന് പറയാനുണ്ടോ? വിജയകുമാർ, തീർച്ചയായിട്ടും ആ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ്. ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തി പരോളിലിറങ്ങിയ പ്രതി അതേ വീട്ടിൽ വീണ്ടും താമസിക്കാൻ വരിക, അത് പോലീസ് അറിയാതിരിക്കുക, പ്രാദേശികമായിട്ട് പോലീസ് അറിയാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കൃത്യമായി ഇവരുടെ സുധാകരൻ്റെ മകൾ അനഘ പറയുന്നുണ്ട്, 29-ന് താൻ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു, ഇത്തരത്തിൽ ആശങ്കയുണ്ട്, ഇദ്ദേഹം തിരിച്ചിവിടേക്ക് തന്നെ വരുന്നതിൽ വലിയ ആശങ്കയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കുട്ടികളെ, അതായത് ഇവരുടെ സുധാകരൻ്റെ മക്കളെയും അതോടൊപ്പം തന്നെ അയൽവാസികളെയൊക്കെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു, ആയുധമടക്കം കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. അയാളുടെ പ്രധാനപ്പെട്ട പരാതി അല്ലെങ്കിൽ അതിനുള്ള പ്രകോപന കാരണമെന്ന് പറയുന്നത് തൻ്റെ കുടുംബം ശിഥിലമാക്കിയത് ഈ അയൽവാസികളാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളുമൊക്കെ ഇദ്ദേഹവുമായി പിരിഞ്ഞാണ് കഴിയുന്നത്. അതിന് കാരണമാക്കിയത് ഈ അയൽവാസികളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പ്രതിയുടെ പ്രകോപന കാരണം. ഓരോ സമയത്ത് ഓരോന്നായിരുന്നു പ്രതിയുടെ പ്രകോപനം. ആദ്യഘട്ടത്തിൽ ഈ സജിതയെ കൊല്ലാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രതിയുടെ ഭാര്യ, ചെന്താമരൻ്റെ ഭാര്യ എപ്പോഴൊക്കെ ഇയാളുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു അപ്പോഴൊക്കെ അഭയം തേടിയിരുന്നത് ഈ സജിതയുടെ അടുത്താണ്. അതാണ് ആദ്യത്തെ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം. അതിനുശേഷവും ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം നിർവഹിക്കാൻ തോന്നണമെങ്കിൽ ആ പ്രതി എത്രത്തോളം ജയിലിൽ വെച്ച് ആസൂത്രണം നടത്തിയിട്ടുണ്ടാകണം എന്നുള്ള കാര്യമൊക്കെയാണ് ഓർക്കേണ്ടത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച, പിഴവുണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. ഈ കൃത്യം നടത്തിയ ശേഷം പ്രതി കടന്നു കളഞ്ഞത് ഇതിലൂടെയാണ്. ഈ പാതയിലൂടെ നടന്ന് നേരെ പാടത്തൂടെ ഓടിയ ശേഷം അവിടെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. ഇദ്ദേഹം പണ്ട് സജിതയെ കൊലപ്പെടുത്തിയ സമയത്ത് ഒളിച്ചിരുന്നത് നേരെ ഇവിടെ നിന്ന് നേരെ നീങ്ങിക്കഴിഞ്ഞാൽ, ഈ പാടത്തൂടെ തന്നെ നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇവരുടെ തറവാട് വീടുണ്ട്. അവിടേക്ക് രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് ഈ പ്രതി പിടിയിലാവുന്നത്. ഈ പ്രതിക്ക് അധിക സമയം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് ഈ കേസിൻ്റെ ഈ സജിതയുടെ കേസ് അന്വേഷിച്ച DYSP ദേവസ്യ തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരിക്കൽ വനത്തിൽ നിന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഈ പ്രതി പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇവരുടെ ബന്ധുക്കളോട് തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ അറിയിക്കണം, വീട്ടിൽ വരുന്ന സമയത്ത് അറിയിക്കണമെന്ന് അവരോട് പറഞ്ഞ ശേഷം കൃത്യമായി പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വനമേഖലയിലേക്കാണ് പോയത് എന്ന് പോലീസും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ടുള്ള തെരച്ചിൽ നടത്തിയിട്ടില്ല. കാരണം വനമേഖലയിലേക്ക് പോയതെ ആരും കണ്ടിട്ടില്ല. പ്രതി ഈ ഭാഗത്തൂടെ വയലിലൂടെ ഇറങ്ങി ഓടുന്നതാണ് പ്രദേശവാസികൾ കണ്ടിട്ടുള്ളത്. അവർ ചിലർ ഇയാളെ കല്ലെറിയാൻ ശ്രമിക്കുകയും ചെയ്തു. പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പ്രതി ഓടിപ്പോവുകയായിരുന്നു. ഇതേ തുടർന്ന് അയാളുടെ മൊബൈൽ ഫോൺ അവിടെ ഉപേക്ഷിച്ചതാണോ വീണ് പോയതാണോ എന്നറിയില്ല. എന്തായാലും അവിടെ നിന്ന് മൊബൈൽ ഫോൺ, ഈ പാടത്ത് നിന്ന് ഇയാളുടെ മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രതിയുടെ ലിസ്റ്റിൽ, കൊലപ്പെടുത്താൻ പ്രതി ഉദ്ദേശിച്ചിരുന്നവരുടെ ലിസ്റ്റിൽ 2 പേർ കൂടി ഉണ്ടായിരുന്നു. അത് ഇവരുടെ അയൽവാസികളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തൻ്റെ കുടുംബം ശിഥിലമാക്കിയ 2 പേരെന്നുള്ള നിലയ്ക്ക് ഈ 2 പേരെ കൊലപ്പെടുത്താൻ പ്രതി പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവരെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു നാടിനെ ഒന്നടങ്കം നടുക്കിയ കൊലപാതകം നടത്തിയ പ്രതി എവിടെ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു നാട്ടുകാർ. ഇനിയും പിടിയിലായിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഇത് മാത്രമല്ല, പോലീസിൻ്റെ കൈകളിലല്ല നാട്ടുകാരുടെ കയ്യിലാണ് ആ പ്രതിയെ കിട്ടുന്നതെങ്കിൽ ആ പ്രതിയുടെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. കാരണം അത്രയധികം അമർഷത്തിലും പ്രതിഷേധത്തിലുമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. വിജയകുമാർ. ശരി നിഖിൽ സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഒരു അതിക്രൂരമായ മാനസികാവസ്ഥ, പ്രത്യേക സ്വഭാവ സവിശേഷതകളൊക്കെയുള്ള ഒരു അതിക്രൂരനായ ആളാണ് ഈ പ്രതി എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ ഇതിനോടകം 3 കൊലപാതകം അയാൾ നടത്തി. ഇനിയും 2 പേർ കൂടി അയാളുടെ ലിസ്റ്റിലുണ്ട് എന്നാണ്
നാട്ടുകാരൊക്കെ പറയുന്നത്. ഒരുപക്ഷെ പോലീസായിരിക്കാം ഈ വിവരം പറഞ്ഞത്. വലിയ ആശങ്ക നാട്ടുകാർക്കുണ്ട്. അപ്പോൾ അത് പരിഹരിക്കണം എന്നത് അവരുടെ സ്വാഭാവിക ആവശ്യമാണ്. പറയുകയാണ് ഒരു സുനിൽ ശ്രീയ പറയുന്നു, ബന്ധുക്കൾ ആരും ഇയാളെ സഹായിക്കില്ല, സഹായിച്ചാൽ അവരും കുടുങ്ങും എന്ന് പറയുന്നു. പക്ഷേ ഇയാളെ ബന്ധുക്കൾ സഹായിച്ചിട്ടുണ്ട് എന്നൊരു സംശയം നേരത്തെ കഴിഞ്ഞ തവണ അത് പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. പടവ എന്ന ഐഡിയയിൽ നിന്ന് പറയുകയാണ്, ന്യൂസ് കാണാൻ കഴിയുന്നില്ല, നെഗറ്റീവ് ന്യൂസ് മാത്രം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളുടെ ചുറ്റുപാടും നടക്കുന്നത് ഇതൊക്കെയാണ്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാതെ നമുക്ക് തരമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വാർത്തകളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതാണ് പ്രേക്ഷകരിലേക്കും എത്തുന്നത്.